നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രവീൺ, തലശ്ശേരി കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് കാർഡിയോളജിസ്റ്റാണ്. ഇത് ഞാൻ ഹാർട്ട് ഫെയിലിയർ എന്ന ഒരു കണ്ടീഷനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഹാർട്ട് ബ്ലോക്ക് പോലെ തന്നെ വളരെ തെറ്റിദ്ധരിക്കപ്പെടാവുന്ന ഒരു കണ്ടീഷനാണ് ഹാർട്ട് ഫെയിലിയർ എന്നത്. ആക്ച്വലി ഹാർട്ട് ഫെയിലിയർ എന്നത് ഒരു ഡിസീസ് എന്നതിലുപരി ഹാർട്ടിനെ ബാധിക്കുന്ന രോഗങ്ങളുടെ ഒരു ഫൈനൽ ഔട്ട്കം ആണെന്ന് പറയാം. നമുക്കെല്ലാം അറിയാം, നമ്മുടെ ശരീരത്തിലെ പമ്പിംഗ് സ്റ്റേഷനാണ് ഹാർട്ട് എന്നത്. ഹാർട്ട് ഫെയിലിയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹാർട്ടിൻ്റെ പമ്പിംഗ് വളരെ കുറഞ്ഞ അവസ്ഥയിലേക്ക് എത്തുക എന്നതാണ്. ഹാർട്ടിൻ്റെ പമ്പിംഗ് നമ്മൾ അളക്കുന്നത് എക്കോ സ്കാനിലെ ഇജക്ഷൻ ഫ്രാക്ഷൻ എന്ന പാരാമീറ്റർ ഉപയോഗിച്ചാണ്. യൂഷ്വലി ഇജക്ഷൻ ഫ്രാക്ഷൻ 55-ന് മുകളിലാണ് നോർമലായിട്ട് കണക്കാക്കുന്നത്. അതായത് ഇജക്ഷൻ ഫ്രാക്ഷൻ 55-ന് മുകളിലായിരിക്കുമ്പോൾ ഹാർട്ടിന് മറ്റ് അവയവങ്ങളിലേക്കുള്ള രക്തം പമ്പ് ചെയ്യുന്നത് വളരെ നോർമലായിട്ട് ചെയ്യാൻ പറ്റും. ഇജക്ഷൻ ഫ്രാക്ഷൻ കുറയുകയാണെങ്കിൽ മറ്റ് അവയവങ്ങളിലേക്കുള്ള രക്തയോട്ടം വളരെ കുറയുകയും അത് അവയുടെ പ്രവർത്തനം താറുമാറാകുന്നതിലേക്കും നയിക്കും. ഇജക്ഷൻ ഫ്രാക്ഷൻ അനുസരിച്ച് ഹാർട്ട് ഫെയിലിയറിനെ മൈൽഡ്, മോഡറേറ്റ്, സിവിയർ എന്ന് നമുക്ക് തരംതിരിക്കാം. സിവിയർ ഹാർട്ട് ഫെയിലിയറിൽ ഇജക്ഷൻ ഫ്രാക്ഷൻ 30%-ലും താഴെയാണ് ഉണ്ടാവുക. ഇത്തരം അവസ്ഥയിൽ രോഗിക്ക് കലശലായ ശ്വാസം മുട്ടൽ അനുഭവപ്പെടുക, നീർക്കെട്ടുണ്ടാവുക, ക്ഷീണം അനുഭവപ്പെടുക, മറ്റുള്ള അവയവങ്ങളുടെ പ്രവർത്തനം താറുമാറാവുക തുടങ്ങിയ ലക്ഷണങ്ങളാണ് ഉണ്ടാവുക. ഇത് ഒരു മെഡിക്കൽ എമർജൻസിയാണ്. കറക്റ്റ് ടൈമിൽ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ രോഗി മരണപ്പെടാനുള്ള സാധ്യത കൂടിയുണ്ട്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഹാർട്ട് ഫെയിലിയർ എന്നത് ഒരു രോഗം എന്നതിനേക്കാൾ ഒരു രോഗത്തിൻ്റെ ഫൈനൽ ഔട്ട്കമാണ്. അപ്പോൾ പല കണ്ടീഷൻസ്, ഹാർട്ടിനെ ബാധിക്കുന്ന പല രോഗങ്ങൾ ഹാർട്ട് ഫെയിലിയറിലേക്ക് നയിക്കാം. ഹാർട്ട് ഫെയിലിയറുമായി വരുന്ന രോഗിക്ക് എന്താണ് ഹാർട്ട് ഫെയിലിയറിലേക്ക് നയിക്കാനുള്ള കാരണം എന്ന് കണ്ടെത്തുകയാണ് ഈ ഹാർട്ട് ഫെയിലിയർ ട്രീറ്റ്മെൻറ്റിൻ്റെ രണ്ടാം ഘട്ടം എന്നത്. അതിന് നമ്മൾ പല വിധത്തിലുള്ള ടെസ്റ്റുകളെയാണ് ആശ്രയിക്കുന്നത്. ആൻജിയോഗ്രാം, കാർഡിയക് MRI, പലവിധ ബ്ലഡ് ടെസ്റ്റുകൾ തുടങ്ങിയവ ഉപയോഗിച്ചാണ് ഇത്തരത്തിലുള്ള കാരണങ്ങൾ കണ്ടുപിടിക്കുന്നത്. തുടർന്നുള്ള ചികിത്സ എന്താണോ ഹാർട്ട് ഫെയിലിയറിനുള്ള കാരണം അതിനെ ആശ്രയിച്ചിരിക്കും. ഹാർട്ടിലുള്ള ബ്ലോക്ക് കാരണമാണ് ഹാർട്ട് ഫെയിലിയർ വരുന്നതെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് ബ്ലോക്ക് മാറ്റേണ്ടതുണ്ട്. ഹാർട്ട് വാൽവ്സിനുള്ള ഇഷ്യൂ ആണെങ്കിൽ സർജറി വഴി ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ പനി ബാധിച്ച് ഹാർട്ടിൻ്റെ ഫംഗ്ഷൻ വേഴ്സനാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഇൻഫെക്ഷൻ ട്രീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം വരും. ഇത്തരത്തിൽ രോഗനിർണയം നടത്തിയാണ് പിന്നീടുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ തീരുമാനിക്കുന്നത്. ഹാർട്ട് ഫെയിലിയർ ഫൈനൽ സ്റ്റേജ് അല്ലെങ്കിൽ ഇറിവേഴ്സിബിൾ സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മരുന്ന് ഉപയോഗിച്ചുള്ള ട്രീറ്റ്മെൻറ്റിന് പുറമെ ഡിവൈസ് തെറാപ്പി അല്ലെങ്കിൽ കാർഡിയാക് ട്രാൻസ്പ്ലാന്റേഷൻ തുടങ്ങിയ ഹൈ എൻഡ് ട്രീറ്റ്മെൻറ്റിലേക്കും പോകേണ്ടതായിട്ട് വന്നേക്കാം.